ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയും ആദർശും കൂടി മാളവികയെ കാണാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം പാർലറിൽ നിന്നാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തായി മാളവിക കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ നയന മേഡം വലിയ ഡിസൈനൊക്കെ അടിച്ചു വന്ന് ഞാൻ വലിയൊരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് അയാളെ കൂടെ കാണിച്ചത്. പക്ഷേ അയാളത് കണ്ടപ്പോൾ തന്നെ ഇതാണോ ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിചയമില്ലാത്ത രീതിയിലാണ് അയാൾ ആ ഡിസൈനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. അയാൾ ആ സംസാരം കേട്ടപ്പോഴേ അത് സാറേ ഞാനാകെ ഞെട്ടിപ്പോയി. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെ സംസാരിക്കുന്നത് പോലെയാണ് അയാൾ സംസാരിച്ചത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ സംസാരിച്ചോ? അല്ല, അയാൾ ഇതിനു വേണ്ടി മുൻകൈയെടുത്തൊക്കെ ഇറങ്ങുകയാണല്ലോ. അല്ല, AN ജ്വല്ലറി കത്തി പൊളിക്കണം, ഉയരങ്ങളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ ഡിസൈനറൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നല്ലോ. ഇപ്പം എന്താ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ അയാൾക്കൊരു പുച്ഛം. അപ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു സംശയം വരുന്നുണ്ടല്ലോ മാളവികയെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അതെ സാറേ, എനിക്കും ആ ഒരു സംശയമുണ്ട്. ഞാനേ ഒരുപാട് തർക്കിച്ചു. ഇത് നല്ലൊരു ഡിസൈൻ അല്ലേ, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല എന്നൊക്കെ രീതിയിൽ തന്നെ സംസാരിച്ചു. സാർ, ഞാൻ വരച്ചത് കൊണ്ടല്ല, ഞാൻ വളരെയേറെ പാടുപെട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വരച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും അയാളാണെങ്കിൽ എന്നെ പുച്ഛത്തോടുകൂടി തന്നെ പറഞ്ഞത്, ഞാനിത് പുറത്തേക്ക് അഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ മണ്ടൻ വിളിക്കും, തിരുമണ്ടൻ വിളിക്കും എന്നൊക്കെയാ അയാൾ എന്നോട് പറഞ്ഞു കൂട്ടിയത്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശാണെങ്കിൽ മാളവികയെ എന്തെങ്കിലും ആവട്ടെ, അയാളിപ്പോൾ അഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഉറപ്പായല്ലോ, അഴിച്ചു കൊടുത്ത ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ, ഇപ്പം മാളവികയ്ക്ക് അവിടെ ഒരു സ്ഥിര സ്ഥാനമായില്ലേ എന്ന് വെച്ചപ്പോഴേക്കും അതേതായാലും ഉറപ്പായി. ഇനിയല്ലേ നമ്മളുടെ കളികളെല്ലാം തുടങ്ങാനായിട്ട് പോകുന്നത്. എന്നാലും നയന മേഡത്തിന് ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. ഈ 1 മണിക്കൂർ കൊണ്ട് ഈ ഡിസൈനൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞപ്പോഴേക്ക് ഞാനാകെ സ്തംഭിച്ച് പോയായിരുന്നു. ഇതെങ്ങനെ റെഡിയാക്കും, ഇനി നമുക്കിതിൽ വിജയിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ഒരു ഇതിലായിരുന്നു ഞാനിരിക്കുന്നത്. അപ്പോഴല്ലേ നയന മേഡം 1 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ വലിയ വലിയ ഡിസൈനുകളെല്ലാം അടച്ചു തന്നത്. അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാൻ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും ടാലൻ്റ് ഉണ്ടല്ലോ നയന മേഡത്തിന്, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പുകഴ്ത്തി പറയുകയാണ് മാളവിക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദർശിനും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. പിന്നെ മാളവികയെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നീ വേണം അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കാൻ. ഓരോരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അത് പിന്നെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് സാറേ. ഓരോരോ കാര്യങ്ങളും ഞാൻ നിരീക്ഷിച്ച് കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവരുടെ ഓരോരോ നീക്കങ്ങളും. ഇവരുടെ പിന്നിൽ വേറെ ആരോ ഉണ്ട്. ഇതിൻ്റെ യഥാർത്ഥ ആള് ഇയാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ ശരിക്കും ഒരു മണ്ടൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചു കൂട്ടുന്നത് എനിക്ക്. അപ്പം അയാളിൽ എന്തൊക്കെയോ സംശയം ഉണ്ടാകും സാറേ. എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. ഇയാളെ പോലൊരു തിരുമണ്ടനൊക്കെ മൂർത്തീസ് കമ്പനിയെ തകർക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇയാളുടെ പിന്നിൽ ആരാണ് കളിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം മാളവികയെ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം അവിടെ സംസാരിക്കുക. അങ്ങനെ പിന്നീട് കാണിക്കും നമ്മുടെ ആദർശും അതേപോലെ തന്നെ കിരണും കൂടി ആ ഒരു CCTV ക്യാമറ നിരീക്ഷിക്കുന്ന ആളെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ കിരണിൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പോൾ അയാളിങ്ങനെ CCTV ക്യാമറ എല്ലാം പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്കിതിൽ കാണാൻ പറ്റിയത് ഇയാൾ ഒരാളെ ഇറക്കിയിട്ടുണ്ട്. കാരണം ആ ഒരു പെണ്ണവിടെ വന്നത് ഇയാൾ ഇറക്കിയിട്ട് തന്നെയാണ്. ആ പെണ്ണ് അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ആദർ സാറിനെ തകർക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് മുഴുവനും ചെയ്തു കൂട്ടുന്നത്. പിന്നെ സാറേ, ഇവിടെ വേറൊരു സംഭവം കൂടി എനിക്ക് കാണാനായിട്ട് സാധിച്ചു. വേറൊരു സംഭവമോ? എന്ത് സംഭവം എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ്. സാറേ, ഞാൻ പറയുന്നത് കൊണ്ട് സാറിന് വിഷമമൊന്നും തോന്നരുത്. കാരണം ഞാൻ ഈ CCTV ക്യാമറയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ മൂർത്തീസ് കമ്പനിയിലെ മിക്ക ആൾക്കാരും AN ജ്വല്ലറിയിലേക്ക് മാറാൻ തന്നെയാണ്, അവരായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വരുമോ? അങ്ങനെയാണ് സാറേ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മൂർത്തീസ് കമ്പനി താഴ്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇല്ലടോ, അങ്ങനെ മൂർത്തീസ് കമ്പനിയെ അധപ്പതനം വരുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതിനു മുമ്പ് തന്നെ പല കള്ളക്കളികൾ ഞാൻ പുറത്താക്കൂടോ. പിന്നെ സാറേ, ഈ ഡേവിഡിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ടല്ലോ, അഭി. അതിന് സംശയിക്കാനുണ്ടോ? അവൻ വിളിക്കുമല്ലോ. അവൻ വിളിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവൻ അതല്ല അതിനപ്പുറവും ചെയ്തു കൂട്ടും. അങ്ങനത്തെ ഒരുത്തനാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. അവനെയൊന്നും ഒരു കാര്യത്തും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അവൻ? 2 പ്രാവശ്യം എങ്ങാണ്ടാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും കുറേ കൊള്ളൊക്കെ പോയിട്ടുണ്ട്. നമുക്കതെല്ലാം നോക്കണം. ഇതിൻ്റെ വോയിസ് റെക്കോർഡും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി സാറേ. അതിന് ഞാൻ നോക്കാം. സൈബർ സെല്ലിനോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവുകൾ കിട്ടുമായിരിക്കും. പിന്നെ
ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ കടക്കാനുണ്ട്. നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഈ വോയിസ് റെക്കോർഡൊന്നും അവർ അയച്ചു തരില്ലല്ലോ. അതിന് നിയമകാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വോയിസ് റെക്കോർഡൊക്കെ അയച്ചു തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പാട് തന്നെയാണ്. എന്നാലും കണ്ടെത്തണം എന്നൊക്കെ പറയാണ് സാറ് കരുതിയിരിക്കണം. ഈ ജ്വല്ലറിക്കാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അവർ അത്ര വലിയ ബിസിനസ്മാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മൂർത്തീസ് കമ്പനിയെ തകർക്കുക ഇത് മാത്രമാണെന്ന് തോന്നുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ മൂർത്തീസ് കമ്പനിയിലെ പല ഡീലർമാരും അവരുടെ ഇതിലേക്ക് ഡീലായിട്ട് മാറിയിരിക്കുന്നത്. ഇപ്പോൾ കണക്ക് വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും എല്ലാം കൊണ്ട് താന്നിരിക്കുകയാണ് മൂർത്തീസ് കമ്പനി എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞപ്പോഴേക്കും കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണ് ആദർശ് ഈ കിടന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മൂർത്തീസ് കമ്പനിയെ തന്നെ ഇവരിങ്ങനെ തറ പറ്റിക്കാനായിട്ട് നോക്കുന്നത്? ഇതല്ലേ നമുക്കറിയേണ്ട സംഭവങ്ങൾ? അതെ, ഇത് തന്നെയാണ് നമുക്കറിയേണ്ട കാര്യങ്ങൾ. പക്ഷേ ഇതിനൊരു വഴി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, ഇതിന് പിന്നിൽ ആരാ കളിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവും അതേപോലെ തന്നെ അനിയും കൂടി ഒരു ബീച്ചിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ആ ബീച്ചിൽ വന്നിട്ട് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ആ സമയത്ത് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് രണ്ടുപേരും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മുടെ നന്ദുവിൻ്റെ കവൾ അവിടെ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക. കവളൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നന്ദു പറയും, എന്താടാ നീ കാണിക്കുന്നത്, വിടറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിനെ പിടിച്ച് ഓടിക്കുന്നതും അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്രണയമായ രീതിയിൽ അവിടെ കടലിൽ നോക്കി നിൽക്കുന്നതും അങ്ങനെതായ കുറേ രംഗങ്ങളെല്ലാം അവിടെ കാണിക്കുക. പക്ഷെ അതെല്ലാം പാവം നമ്മുടെ അനിയുടെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. അവിടെ ചാരി ഇരുന്നുകൊണ്ടായിരുന്നു നമ്മുടെ അനി സ്വപ്നം കാണുന്നത്. ഇതെല്ലാം അങ്ങനെ ഒരു രംഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെയും ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അനി നേരെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു, പിന്നെ എന്തായി? ഇന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്, അത് മറന്നുപോയോ? എൻ്റെ പൊന്നനി, നീ വലിയൊരു കമ്പനിയുടെ MD അല്ലേ? നീ ഈ പ്രണയവും മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനൊരു പോലീസ് ഓഫീസറാ. എനിക്കിവിടെ തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല. അതിനിടയിൽ നീ പ്രണയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണോ അനി എന്നിങ്ങനെ ചോദിക്കണം. ഞാൻ അതല്ലാതെ വേറെ എന്ത് ചിന്തിക്കാനാണ്? ആഹാ, അത് കൊള്ളാലോ, നീ അതൊക്കെ വിട്. നമ്മൾ കേക്ക് മുറിക്കണം, കറക്റ്റ് സമയത്തേക്ക് നീ വന്നേക്കണം. ഞാനേ ഒരു സ്പോട്ടും കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പോട്ടോ? ഏത് സ്പോട്ട്? അതെ, ബീച്ചിൽ വെച്ചാണ് നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത്. ആഹാ, ബെസ്റ്റ്. ബീച്ചിൽ വെച്ചാണോ കേക്ക് മുറിക്കാനായിട്ട് പോകുന്നത്? അതെ, ബീച്ചിൽ വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. എടാ അല്ലെങ്കിലേ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പ്രായമാകുന്നു, രോഗം വരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. എടീ, അതൊക്കെ അങ്ങനെ പറയട്ടെന്നേ. പക്ഷേ പണ്ടത്തെ പെൺകുട്ടികൾ എങ്ങനെയാണ്? അതും പറയാലോ. നേരത്തേക്ക് ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല, വീടിൻ്റെ ഉള്ളിൽ അടച്ചുമൂടിയിരിക്കണം, ഫുഡിലും അതിലും ഇതിലും ഒക്കെ നിയന്ത്രണം അല്ലേ? അപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡം അല്ലേ? അവർക്ക് അമ്മയെയും പേടിക്കേണ്ട, അച്ഛനെയും പേടിക്കേണ്ട, വീട്ടുകാരാരെയും പേടിക്കേണ്ട എന്ന രീതിയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. എടാ പോടെ ഇവിടുന്ന്. എനിക്കിപ്പോഴേ എൻ്റെ അമ്മന്ന് കണ്ണ് മെഴിച്ചൽ വരയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള പേടിയൊക്കെ ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതുപോലെ കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കും, നമ്മളത് ആഘോഷിക്കുക തന്നെ ചെയ്യും. നീ ഇവിടെ പെട്ടെന്ന് തന്നെ എത്തിക്കോളണം. എൻ്റെ പൊന്ന് അനി. ശരി, ഞാൻ എത്തിക്കോളാന്നേ. ഏതായാലും എന്നെ ഡ്യൂട്ടി ചെയ്യാനായിട്ടൊന്ന് അനുവദിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ ഫോൺ അവിടെ കട്ട് ചെയ്യുക. അപ്പോൾ നന്ദുവിന് ഭയങ്കര സന്തോഷം തോന്നി. അനിയാണെങ്കിൽ അതിലേറെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയെയും ആദർശിനെയും കാണിക്കുക. അപ്പം നയനയാണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക സമയത്ത് നയനെ നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. നിൻ്റെ ഡിസിയനെ അപാര ഡിസിയൻ തന്നെയാണ്. മാളവികയ്ക്ക് ഇപ്പോൾ വമ്പൻ കയറ്റമല്ലേ? മാളവികയെ അവിടെ മാളവിക ഡിസിയൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക. നയന ഡിസിയൻ എന്ന രീതിയിൽ തന്നെ മാളവിക ഡിസിയന്. എല്ലാം തൻ്റെ കഴിവ് തന്നെയാണ്. തൻ്റെ ഡിസിയനാണല്ലോ മാളവിക അവിടെ മാളവിക ഡിസിയൻ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട നയനയാണെങ്കിൽ ഏതായാലും നമ്മൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ മാളവിക, നമ്മൾക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പാടുകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല ആദർശേട്ടാ. എന്ത് കാര്യം വേണമെങ്കിലും മാളവിക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ തൻ്റെ കഴിവിനെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു. കാരണം ഇത്രയും വലിയ കഴിവാണല്ലോ തനിക്കുള്ളത്. തന്നെ ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. താനാണെന്ന് ഇത് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. എന്നാൽ കൂടിയും തൻ്റെ ആ ഒരു ഡിസൈനല്ലേ എല്ലാവരും ഇപ്പോൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഓർക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമുണ്ട്.
പിന്നെ ആദർശേട്ടാ ഇതൊക്കെ വർക്കൗട്ട് ആയാൽ മതി. വർക്കൗട്ട് ആവോടോ? അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കളികളെല്ലാം കളിച്ചു കൂട്ടുന്നത്. വർക്കൗട്ട് ആകാതെ എവിടെ പോകുന്നു? ഇവന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടെത്തിയല്ലേ മതിയാവുള്ളൂ. അതിനുവേണ്ടി മാളവികയും ഏതറ്റം വരെയും പോകും. ഇപ്പം മാളവിക രണ്ടും കൽപ്പിച്ച് തന്നെയാ അവള് എനിക്ക് വേണ്ടി നല്ല ഉപകാരങ്ങൾ തന്നെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന രീതിയിൽ തന്നെ പറയാണ്. പക്ഷെ എനിക്ക് അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ല ഈ മാളവികയെക്കുറിച്ച് ആദർശ് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ, കമ്പനിക്ക് വേണ്ടിയാണല്ലോ. അപ്പം നമ്മൾ മുൻകൈ എടുത്ത് ഇറങ്ങിയല്ലേ മതിയാവുള്ളൂ എന്ന് ചിന്തിച്ച് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ്. അപ്പം അനിയാണെങ്കിൽ നല്ലൊരു കേക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പോൾ എടോ ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറല്ലേ പറഞ്ഞത് സെറ്റാക്കുക, സാറാ പറയേണ്ടത് എങ്ങനെയുണ്ടെന്ന്. സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, ഇനി സാറ് പറ സാറേ എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഏതായാലും ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ ഈ കേക്കിൻ്റെ ഫോട്ടോ പറഞ്ഞാൽ ഞാൻ നന്ദുവിന് അഴിച്ചു കൊടുക്കുക, അവൾക്ക് സന്തോഷമാവട്ടെ എന്നൊക്കെ വിചാരിച്ച് അനി ആ ഫോട്ടോ എടുത്തിട്ട് നന്ദുവിൻ്റെ ഫോണിലേക്ക് അഴിച്ചു കൊടുക്കുക. നന്ദു അപ്പോൾ നല്ല വർക്കിലായിരുന്നു. അപ്പോൾ മെസ്സേജിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ നന്ദു ആ ഒരു ഫോൺ എടുത്ത് നോക്കുക. ആ ഒരു കേക്കും ആ ഒരു ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് നന്ദുവിൻ്റെ കണ്ണ് തള്ളിപ്പോകണം. ആഹാ, എത്ര അടിപൊളിയായിട്ടാണ് അനി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. ഇത് ഞാൻ ബർത്ത്ഡേക്ക് ചെന്നില്ല എന്ന് വല്ല അവനും കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി തീർന്നു തന്നെ. ഏതായാലും അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് അവിടെ ചെന്നേ മതിയാവുള്ളൂ, ഞാൻ ചെല്ലുക തന്നെ ചെയ്യും. പിന്നെ എൻ്റെ മനസ്സും തുടിക്കുന്നുണ്ടേ അവനെ കാണാനായിട്ട് എന്നിങ്ങനെ നമ്മുടെ നന്ദു നല്ല പ്രണയമായ കാര്യങ്ങളെല്ലാം അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മുഴുവൻ അവിടെ ആലോചിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. അപ്പോൾ നവ്യാണെങ്കിൽ എന്തൊക്കെയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ കലണ്ടർ നോക്കുന്നുണ്ട്. അപ്പോൾ അനി ചെന്നിട്ട് അഭി ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ കലണ്ടർ നോക്കിയിരിക്കുന്നത്? അതെ, ഞാൻ കലണ്ടർ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കഴിഞ്ഞ ദിവസം ഞാൻ കേക്കൊക്കെ മുറിച്ചതാണ്. കേക്കൊക്കെ മുറിച്ചതോ? അല്ല, ആരെങ്കിലും ബർത്ത്ഡേ ആണോ? ഒരാളുടെ ബർത്ത്ഡേ ആണ്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഡ്രസ്സായിട്ടൊക്കെ ചെന്നതാണ്. എൻ്റെ അമ്മയുടെ ഇളയ സന്തതിയില്ലേ നന്ദു, അവളുടെ ബർത്ത്ഡേ. ആഹാ, കൊള്ളാലോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൾക്ക് എടുത്തു കൊടുത്ത. എന്താ ഈ പ്രാവശ്യം നിനക്ക് പോകണമെന്ന് തോന്നുന്നില്ലേ? ഈ പ്രാവശ്യം ഞാൻ പോകാനോ? അവളുടെ പേര് പോലും ഉച്ചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഞാൻ അവളുടെ അടുത്ത് പോകുകയില്ല, അവളോട് സംസാരിക്കുകയില്ല. പക്ഷേ നവ്യേ, അനി വന്നായിരുന്നോ എന്ന് ചോദിക്കുക. അവൻ വരാതിരിക്കുക, എന്ത് വേണേലും ചെയ്യട്ടെ, ഞാൻ ഇതിനാ അവൻ്റെ കാര്യം തിരക്കാൻ പോകുന്നത്. അവൻ വലിയ MD അല്ലേ, അപ്പോൾ അവൻ ചിലപ്പോൾ വൈകിയേക്ക് വരുവുള്ളൂ. അങ്ങനെയല്ല, അവൻ എത്ര MD ആണെങ്കിലും എന്താണെങ്കിലും അവൻ ഒത്തിരി ലേറ്റായിട്ടൊന്നും വരാറില്ല വീട്ടിലേക്ക്. നേരത്തെ കാലത്തെ അവൻ വീട്ടിലെത്തുന്ന ഒരു പ്രകൃതക്കാരനാണ്. പക്ഷെ ഇത്ര നേരമായിട്ടും അവൻ വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ സംതിങ് റോങ്. കാരണം നന്ദുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നന്ദുവും അനിയും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അവർ ആ ബന്ധം അവസാനിപ്പിച്ചിട്ടില്ല. നമ്മളെ എല്ലാവരെയും കൂടി പൊട്ടം കളിപ്പിക്കുന്ന രീതിയിലാണ് അവൻ കിടന്ന് പെരുമാറുന്നത്. നീ ഏതായാലും നിന്റെ വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിച്ചേ നന്ദു അവിടെ ഉണ്ടോയെന്ന്. അയ്യടാ, ഞാൻ ചോദിക്കാനോ? ഞാൻ അവളെക്കുറിച്ച് ചോദിക്കുന്ന പ്രശ്നേ ഇല്ല. ഞാൻ അവളെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകുന്നുമില്ല. അങ്ങനെ വേണ്ടല്ലോ. ഇത് കിട്ടുന്നപ്പോഴേക്കും എന്നാലും അവർ രണ്ടുപേരും ബന്ധത്തിലാണോ എന്ന് അറിയാലോ. കാരണം അവർ രണ്ടുപേരും വീട്ടിലില്ലെങ്കിൽ അപ്പോൾ അവർ പുറത്തു പോയിട്ടുണ്ട് നന്ദുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അവർ രണ്ടും കൽപ്പിച്ചാണ് പുറത്തു പോയിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ്. അപ്പോൾ ഈ നന്ദുവിൻ്റെ കള്ളത്തരം നമുക്ക് പൊളിച്ചെടുക്കുകയും ചെയ്യാലോ നവ്യ എന്നിങ്ങനെ നവ്യയെ പറഞ്ഞ് തിരുത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അഭി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.